നമസ്കാരം. ദർശനാച്ചുകളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് യുഎയിലെ ഷാർജയിലാണ്. 35 വർഷമായി സർവ്വസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വലിയ കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ. തീർച്ചയായും വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥികൾ ഒരുപാട് പേര് നമ്മോടൊപ്പമുണ്ട്. ഇക്ബാൽ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു 3 പേരാണ് ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത്. ആദ്യം തന്നെ ഈ വിരുന്നിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹം യുണൈറ്റഡ് കരാട്ടെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. വളരെയധികം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സർ. നമസ്കാരം. വിരുന്നിൽ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം യുണൈറ്റഡ് ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ ഒരു ഡയറക്ടറും അതോടൊപ്പം തന്നെ ചീഫ് എക്സാമിനർ കൂടിയായ നജീം സാറ്. നജീം സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ നമസ്കാരം. 35 വർഷമായി യുണൈറ്റഡ് കരാട്ടെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ സർവ്വസാന്നിധ്യമായി എല്ലാ ക്യാമ്പുകൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ജെ മിയാസ്ര. കൊയ്ഷി ജെ മിയാസ്രയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. USA നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അദ്ദേഹവും ഇതുപോലെ തന്നെ ആയോധന മുറകളിൽ വളരെ ശ്രദ്ധേയനായി നിൽക്കുക എന്ന ഒരു വ്യക്തി. ജപ്പാനിലും ലോകത്ത് എമ്പാടുമുള്ള ആയോധനകൾ കല ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഒരു ഗുരു കൂടിയാണ് അദ്ദേഹം. ജെഫ് നഗാട്ട, കൊഷി ജെഫ് നഗാട്ടയെ നമുക്ക് വെൽക്കം ചെയ്യാം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് ചീഫ് ഇൻസ്ട്രക്ടർ കൂടിയായ മിസ്റ്റർ ജലീൽ സാറാണ്. വളരെ ആദരപൂർവ്വം വെൽക്കം ചെയ്യാം അദ്ദേഹത്തെ വിരുന്നിലേക്ക്. സർ, വെൽക്കം. യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ ഇന്ന് UAEയിൽ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇക്ബാൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും എത്തുക, ഇവിടെ വളരെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുക. എന്ത് തോന്നുന്നു ഈ ഒരു വർഷം, ഈ ഒരു 35ാമത്തെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് ഇൻ്റർനാഷണലിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? 1979 ഞാൻ ഇവിടെ വരുമ്പോൾ കരാത്തെ ക്ലബ്സ് ആകെ പോലീസിലും ഡിഫൻസിലും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഒരു പബ്ലിക് ലൈസൻസ് അച്ചീവ് ചെയ്യാനും അന്ന് മുതൽ ഇന്ന് വരെയും 84 ഞങ്ങൾക്കൊരു പ്രോപ്പർ ലൈസൻസ് കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെയും ഈ സ്റ്റൈല് ഷോറിൻഡ്യൂ സേബുക്കാൻ കരാത്തെ എന്ന് പറഞ്ഞ സ്റ്റൈല് ഈ ലെവലിൽ വരെ എത്തിക്കാൻ പറ്റിയതിന് ഇവിടെയുള്ള പബ്ലിക് സപ്പോർട്ടും ഇവിടെയുള്ള കൺട്രി റൂളേഴ്സിനെയും ഒഫീഷ്യൽസിനെയും കൂടാതെ എൻ്റെ ഗുരുക്കളെയും എൻ്റെ ഒപ്പം നിന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ സ്മരിക്കുന്നു. നജീം സാർ, താങ്കളും ഈ ഒരു 35 വർഷമായിട്ട് UAEയിൽ എത്തിയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? നിങ്ങളുടെ ഒരു സഹോദര ബന്ധം, ആ ഒരു ബന്ധത്തിൽ നിന്നും ഒരു കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപപ്പെടുക, അത് ഒരുപാട് പേർക്ക് ഗുണകരമാകുക, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ കരാത്തേയാണ്. അപ്പോൾ ട്രഡീഷണൽ കരാത്തേന് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പഴയ കരാത്തേനത് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ പഴയ സ്റ്റൈൽ അതേ തന്നെ ഫോളോ ചെയ്യണേ, ഒരു മാറ്റവും ഇല്ലാണ്ട്. സ്പോർട്സ് കരാത്തയായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ ട്രഡീഷണൽ കരാത്തെ തന്നെ ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യണം. ആ ട്രഡീഷണൽ കരാത്തയിൽ അതിൻ്റെ എല്ലാ യൂണിറ്റിലും വളരെ വ്യത്യാസം ഉണ്ടാവും. കാരണം വെച്ചാൽ യൂണിയൻ വെരി ഇമ്പോർട്ടൻറ്റ്, യൂണിറ്റി എപ്പോഴും ഉണ്ടാവും. എസ്പെഷ്യലി കരാത്തെ ഫാമിലി, ഞങ്ങൾ സിബുക്കൻ ഫാമിലി എന്ന് ഞങ്ങൾ സാധാരണ പറഞ്ഞ സിബുക്കൻ ഫാമിലി എന്നാണ് പറഞ്ഞത്. ആ ഫാമിലി എപ്പോഴും കീപ്പ് ചെയ്യും. കരാത്തെ അതേ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ. ഫാമിലി കീപ്പ് ചെയ്യുക, ഫാമിലി റിലേഷൻസ് കീപ്പ് ചെയ്യുക, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. Yes, sir, how do you feel about that United Karate Group International? I am very honored to be here for the 35th anniversary of Shorin-ryu Seibukan Karate, UAE, conducted by Iqbal brothers, Iqbal, Jalil and Najim. I've been here more than 35 times here, and I'm very pleased that they are doing a great job here. They came all the way from India to spread out this martial art here. And I'm very pleased because in India, one of my foremost student was Mr. P. Kupusamy, and he was the teacher of all these gentlemen. And they have spread this karate art all over the world, many parts of the world. And I'm so glad that in UAE they are doing a wonderful, great job. And this karate, what they are teaching here, is one of the most oldest karate style, which originated from Okinawa. And they are the only representatives in the UAE doing these old traditional karate style. And again, how do you feel about United Karate Institute?
As far as the UAE, the first time I met Iqbal and his brothers, Najim and Jalil, was in Germany in 1993. And since 1993, we've had this friendship and this brotherhood in Seibukan Karate ongoing all the way to hopefully into the future. UAE has come a long ways in Seibukan Karate. It's growing. I am so honored to be here to be able to participate in the 35th anniversary. This is my first trip to UAE, to Dubai, and I hope to come back again soon. ഈ ഒരു കോർഡിനേഷൻ ഇവരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. കാരണം ഇവർക്ക് എത്രമാത്രം യുണൈറ്റഡ് കരാട്ട ഗ്രൂപ്പിന് ഇൻ്റർനാഷണലുമായിട്ടുള്ള ഒരു ബന്ധം, ഇവരെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിച്ചത്? താങ്കൾക്ക് ഇവരെക്കുറിച്ചും യുണൈറ്റഡ് കരാട്ട ഇൻ്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ചും പറയാനുള്ളത് എന്താണ്? ഞങ്ങളുടെ ഈ കരാത്തെ സെൻറ്റർ ഇവിടെ കൂടുതൽ വളരാനും ഇത്ര പ്രശസ്തി ആർജിക്കാനും കാരണം തീർച്ചയായിട്ടും എൻ്റെ സഹോദരങ്ങളും കൂടാതെ ഞങ്ങളുടെ എല്ലാ തലപ്പത്തുള്ള എല്ലാ ഗ്രാൻഡ് മാസ്റ്റേഴ്സും അവരുടെ സപ്പോർട്ടും ദൈവാനുഗ്രഹവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയതും. ഇനിയും വളരാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഇനിയും ഞങ്ങളത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ പരിശ്രമം ഹാർഡ് വർക്കാണ് ഇത്രയും സക്സസിൻ്റെ രഹസ്യം, വേറെ ഒന്നുമില്ല ഇതിൽ. ഈ ഒരു മഹത് വ്യക്തികളെ പോലുള്ള ആൾക്കാരെ നിങ്ങളുടെ ഫ്ലോറിലേക്ക് എത്തിക്കുക, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗുണം മലയാളികൾക്ക് മാത്രമാണോ അതോ ഒരു ഗ്ലോബലൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കറാത്തയുടെ ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ചാൻസ് ഇവിടെ ഉള്ള എല്ലാ നാഷണാലിറ്റീസും എല്ലാ വേൾഡിലുള്ള എല്ലാ നാഷണൽസും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ നാഷണൽസിനെ പഠിപ്പിക്കാൻ പറ്റി. ഈവൻ ജപ്പാൻ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള എല്ലാ സ്റ്റുഡൻസും ഞങ്ങളിവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ലോക്കൽസ് അറൗണ്ട് 20% ലോക്കൽസ് ഉണ്ട്, അറൗണ്ട് 30% 40% മറ്റുള്ള ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ മറ്റുള്ള കൺട്രീസാണ് ബാക്കിയുള്ളത്. സോ വി ഗോട്ട് എ മിക്സ് നാഷണൽ ഹിയർ. So I am very fortunate because we are getting all type of nationals in Dubai. ഈ ഒരു വേദിയിൽ ഇപ്പോൾ താങ്കൾ ഗുരുതുല്യനായിട്ട് കാണുന്ന 2 ഗുരുക്കന്മാർ എത്തിയിട്ടുണ്ട്, പിന്നെ താങ്കളുടെ സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ ഡെയിലി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഗുരുക്കന്മാരോട് താങ്കൾ ഡെയിലി സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു വേദിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ താങ്കൾക്ക് ചോദിക്കാനുള്ളത് എന്താണ്? Since you are teaching karate for a long time, more senior teacher, what do you think the people who is learning and teaching karate then in old days and nowadays, what do you feel the difference in them? Do you feel the same mentality they have in old times, or the new generation is we cannot simply say like that, not everybody. Do they lack anything, or do you have an advice for them? They have faithfulness or gratefulness, sincerity to their teachers. Even children were very faithful to their parents. When parents become old, they take care of their parents. Today, when the parents become old, they throw them in the old folks' home. So the students are the same today. They learn something from the teachers and they leave the teachers and go and they make their own things. So what I would say is the old generations had something which is missing in our new generations: faithfulness, sincerity, humbleness, politeness. All this is totally missing nowadays in martial arts. I wish the martial artists would take back the old procedures what they have been learning and pass it on to the new generations. And the students what they are learning from the traditional karate schools like the Okinawan karate schools what we are teaching, they would be able to learn this and apply these in their whole family, in their own families, like being faithful to their parents and not forgetting their parents as well as their teachers. You're teaching, I heard in Germany you have a very senior class, like 60 plus, is doing very well. This part of the world, many people, they think that karate, after 40 years, they think, oh, can I learn karate? And also very small children also, they have a feeling, they want to train like 3 years plus nowadays. Now before we have like 5 years, now they're coming 3 years also. So what do you think in Germany, how you try to tackle these problems, and what is advice for the children as well as what is advice for the kids? I've been staying now in Germany for 34 years, since 1980. But before that I was teaching all parts of Europe. Now just recently, about 7 to 8 years, I have started a program
in teaching karate for seniors. In Japanese, we call it jukunen. I have the age from 40 years old to the age of 85 years old, old people training karate. So these people are not coming to learn how to fight or how to defend. And I call this karate program Karate for My Life, because these people who train karate, they are trying to become fit, get rid of all these diseases such as heart attacks, high blood pressure, diabetes, and all this kind of sickness, and they are trying to live a longer and healthy life. So we start with karate at the age of 3 until the age of 5 to 6 years old. And once they arrive the age of 5 to 6 years old, we put them real into karate training. So karate training, aikido training, or kobudo training, whatever martial arts it is, the karate teachers above 6 years old, we teach them what is discipline, what is humbleness, politeness, respect, and to get your body physically and mentally fit. Sensei, you are very senior to all of us. Can you just explain your old time training? What's the difference between the old time and the new time? The new training, any difference you feel? Can you explain a little bit about it? So, Iqbal Sensei, that's a very good question, because in the past, when we were training, we would train 4 or 5, maybe 6 days a week in martial arts, in Seibukan Shorin-ryu. Back then, we were very dedicated to train as hard as we could to be as good as we possibly could in karate or kobudo or aikido. Now these days, children have so much distractions, so many things that it's hard for them to concentrate on their martial arts practice. What we have seen in the past and in the present is that anybody that trains in martial arts, children actually do better in school. They have better grades, better health. The problem is that to get the children to dedicate themselves more than maybe 1 or 2 days a week becomes a problem sometimes. ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് മാർഷൽ ആർട്സ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്? മറ്റുള്ളവരെങ്ങാട്ടി സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അവൻ്റെ വേ ഓഫ് വാക്കിംഗ്, അവൻ്റെ ബോഡി നേച്ചർ, അവൻ്റെ റിഫ്ലെക്സസ്. ഇപ്പം ഞാൻ കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിലും ഐ ക്യാൻ മേക്ക് ഇറ്റ് എ സഡൻ ഡിസിഷൻ ആൻഡ് ഗെറ്റ് ഔട്ട് ഫ്രം ആൻ ആക്സിഡൻറ്റ്. സെയിം വെൻ ഐ ഡു എ വർക്ക് ഐ ക്യാൻ ബി ഫാസ്റ്റർ ദാൻ അതർ പീപ്പിൾ. When I'm running or when I'm doing anything, I'll be better and faster than normal people in my age. So if I am 50 years old, I'm sure I'm like 40 or 35. I don't feel I'm 50 years. ഇതാണ് ഒരു വലിയൊരു ബെനിഫിറ്റ് ഓഫ് കറാത്തെ. കൂടാതെ സെൻസെ നേരത്തെ പറഞ്ഞ് നമ്മളുടെ എനിമി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഈഗോസാണ്. ഇപ്പം നമ്മൾ കറാത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പെട്ടെന്ന് നമ്മളെടുത്ത് ഒരു ഡിസിഷൻ എടുക്കുക, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരെ, അതിന് നമ്മളെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കറാത്തെ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്ന ആൾക്ക് സാധിക്കും. കാര്യം വെച്ചാൽ അത്രയും നമ്മൾ സെൽഫ് ഡിഫെൻസും അത്രയും ട്രെയിനിങ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന് നമ്മൾ പെട്ടെന്ന് ഡിസ്റ്റർബ് ആവില്ല. നമ്മളെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അൺനെസസറി ബോൾസ് ഫൈറ്റ്സ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കിട്ടാവുന്ന ഗുണങ്ങളാണ്. സോ കറാത്തെ പഠിച്ചാൽ ഒരു ഗുണമല്ല, പല ഗുണങ്ങളും ഉണ്ട്. അവൻ്റെ വ്യക്തിത്വം തന്നെ, അവൻ്റെ പേഴ്സണാലിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യും. ഇപ്പം ഞാനെല്ലാം ചെറുപ്പത്തിൽ ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷേ കറാത്തേക്ക് വന്നതിൻ്റെ 3rd month മുതൽ ഞങ്ങൾ എല്ലാ ഡെമോൺസ്ട്രേഷൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എല്ലാ പബ്ലിക് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കറാത്തെ ആൺകുട്ടി പെൺകുട്ടി എന്നല്ല, പെൺകുട്ടികൾക്ക് പഠിക്കാം, ആൺകുട്ടികൾക്കും പഠിക്കാം. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ കുട്ടികളും, ഞങ്ങൾ അറൗണ്ട് ഒരു 9-10 കുട്ടികൾ, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർ കറാത്തെ പഠിക്കുന്നുണ്ട്. അവർ വലുതാവുമ്പോൾ അവർക്കുള്ള ഗുണങ്ങൾ മറ്റുള്ളവർ ഞങ്ങളൊക്കെ പോകുന്ന മാതിരി തന്നെ അവർ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് ബുദ്ധിമുട്ടിൽ എവിടെയും അവർ ഒറ്റയ്ക്ക് പോകുന്നു. അപ്പോൾ അവർക്കുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഒരു സിറ്റുവേഷൻ വന്നാൽ, ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വരാതിരിക്കട്ടെ, അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹെൽപ്പ് എവിടെ നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ കിട്ടും, അവിടെ അവർക്ക് എത്താൻ വരെയുള്ള ഒരു ഗട്ട്സ് ഉണ്ടാവും. സർ, എന്തായാലും ഇത്രയും സമയം വിരുന്നിൻ്റെ ഈ ഒരു എപ്പിസോഡ് ധന്യമാക്കിയതിൽ യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് ഇൻ്റർനാഷണലിന് വിരുന്ന് ടീമിൻ്റെ ഹൃദയംഗമായ നന്ദി. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു കരാട്ടെ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് ഈ 2 മഹത് വ്യക്തികളോടൊപ്പം തന്നെ നിങ്ങളുടെ നാവുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിൽ വിരുന്ന് ടീമിൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.